ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നേരമായിട്ടും പുറത്തു പോയ ദേവൻ മടങ്ങി വന്നില്ലായിരുന്നു. പലതവണ മാറി മാറി വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. മോളെ, അവനിങ്ങോട്ട് പോകുന്നെന്ന് പറഞ്ഞിരുന്നു. ഇല്ലമ്മേ. അഖി നിന്നോടോ? എന്നോടും പറഞ്ഞില്ലമ്മേ. പോന്നു ഞാൻ കണ്ടില്ല. ഈ ചെറുക്കത് എന്ത് ഭാവിച്ചാ? ഇന്നലെ കല്യാണം കഴിഞ്ഞിട്ട് അതിനെ കൊണ്ടൊരു സ്ഥലത്ത് പൊക്കൂടെ അവന്. ഇങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. പുറത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും നീതു പോയി ഡോർ തുറന്നു. അവൻ തിരക്കിട്ട് മുകളിലേക്ക് പോകുന്നത് കണ്ടതും യമുന അവനെ പുറകിൽ നിന്നും വിളിച്ചു. ദേവാ, എവിടെ പോലും നീ ആരോടും പറയാതെ? ഒരു ക്ലൈമീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആരോടും പറയാൻ പറ്റില്ല. ഇനി ഇത് ആവർത്തിക്കരുത് കേട്ടല്ലോ. വാ കഴിക്കാം. വേണ്ടമ്മേ, മീറ്റിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ കഴിച്ചോ? എനിക്ക് കുറച്ച് പണി കൂടെ ഉണ്ട്. ആരെയും നോക്കാതെ ദേവൻ മുറിയിലേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് അവൻ അഖിയുടെ മുറിയിലേക്ക് വെച്ചു. ലാപ്ടോപ്പ് എടുത്ത് നേരെ ഓഫീസ് റൂമിൽ പോയി അതിലെന്തെല്ലാമോ നോക്കിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വസന്തിക്കൊപ്പം അടുക്കളയിൽ നിൽക്കുന്ന നവിക്കടുത്തേക്ക് നീതു വന്നു. ചേച്ചി, എനിക്കൊന്ന് പുറത്തു പോകണം. കുറച്ച് സാധനങ്ങൾ വാങ്ങാനാ. എൻ്റെ കൂടെ വരാമോ? കൊള്ളാം. കല്യാണം കഴിഞ്ഞ നാത്തൂൻ്റെ കൂടെയാണോ പുറത്തു പോകുന്നത്? അവളെ ദൈവം കൊണ്ട് പൊക്കോളും. ഏട്ടനി അടുത്ത കാലത്തൊന്നും ഫ്രീ ആകില്ല അമ്മായി. ഞാനാണെങ്കിൽ അടുത്ത ആഴ്ച ഹോസ്റ്റലിൽ പോവുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ പോയിട്ട് വരാം. നീതു യമുനയോട് പറഞ്ഞിട്ട് നവിയെയും കൊണ്ടുപോയി. അവർ റെഡിയായി വരുമ്പോൾ അഖി അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വേഗം വാ, എത്ര നേരമായി? അഖി കാറെടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഫ്രണ്ടിൽ നീതുവും പുറകിൽ നവിയും കയറി. സിറ്റിയിലെ ഒരു മാളിലേക്കാണ് അവർ പോയത്. നീതു അവളെ കണ്ട കടയിലേക്ക് ഒക്കെ വലിച്ചു കയറ്റി ഓരോന്ന് വാങ്ങിയും അഭിപ്രായം ചോദിച്ചും നടന്നു. ഇവളെ കൂടെ വന്നത് അബദ്ധമായല്ലോ എന്ന ഭാവത്തിലാണ് നവിയും അഖിയും. ഏട്ടാ, വിശക്കുന്നു, ബർഗർ വേണം. നിന്നെ കൊണ്ട് പോന്നപ്പോൾ തന്നെ ആലോചിച്ചു ഇത് അവസാനം ഫുഡ് കോർട്ടിൽ അവസാനിക്കുന്നുള്ളൂന്ന്. അവർ ഒരു ഒഴിഞ്ഞ ടേബിളിൽ ഇരുന്നു. നീതു അഖിയുടെ കാർഡും വാങ്ങി ഓർഡർ കൊടുക്കാൻ പോയി. നവി, താനെന്താടോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഒന്നുമില്ല അഖിയേട്ടാ, വെറുതെ. നീതു വന്നില്ലല്ലോ. അവളെന്നെ ബർഗർ കയ്യിൽ കിട്ടാതെ ഈ വഴി വരില്ല. ഒറ്റ പെങ്ങളിലെന്ന് വിചാരിച്ച് ഞാനും ദേവനും അവളെ അങ്ങ് കുഞ്ചിച്ച് വഷളാക്കി. താനെന്താ പഠിച്ചത്? MA എക്കണോമിക്സ്. ആഹാ, ഇത്ര പഠിച്ചിട്ടും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ? ഇനി എന്താ പ്ലാന്? എനിക്ക് നെറ്റ് എഴുതണമെന്നായിരുന്നു. എന്നാ എക്സാം? അതോ കഴിഞ്ഞു? 2 ആഴ്ച മുമ്പായിരുന്നു. അതിന് 2 ദിവസം മുന്നേ. നവി പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് ദൂരേക്ക് നോക്കിയിരുന്നു. അഖി പിന്നെ അതിനെപ്പറ്റി ചോദിക്കാനും നിന്നില്ല. പക്ഷെ അവളെ വീണ്ടും ആ ഓർമ്മയിലേക്ക് വിടരുതെന്ന് കരുതി അവൻ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. നിവി പറഞ്ഞു, തന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊക്കെ രണ്ടിനും പറയാനുള്ളത് തൻ്റെ വിശേഷങ്ങളായിരുന്നു. അമ്മയും തന്നെ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. താനെന്താ എന്നെക്കുറിച്ചൊന്നും ചോദിക്കാതിരിക്കുന്നത്? സിറ്റി ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ് അല്ലേ? നിവി പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിവി എന്നെക്കുറിച്ച് പറയാറുണ്ടോ? അത് ചോദിക്കുമ്പോൾ അഖിയുടെ കണ്ണിലെ തിളക്കം നവി ശ്രദ്ധിച്ചിരുന്നു. അവൾക്കും കാർഡിയോളജിയാണ് ഇഷ്ടം. എനിക്കറിയാം. നിവി വിളിക്കാറുണ്ടോ? ഏയ് ഇല്ല. എന്നോട് അങ്ങനെയല്ലല്ലോ അവൾ പറഞ്ഞത്. വല്ലപ്പോഴൊക്കെ. അവൾ അതും പറഞ്ഞു? ഇല്ല, ഏട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞത്. ഞാനോ? എറിഞ്ഞു നോക്കിയതാണല്ലേ. ദേവട്ടനെ ഏട്ടനെ പോലാണെന്ന് പറഞ്ഞു. പക്ഷെ അഖിയേട്ടൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ ഊഹിച്ചു. ഇപ്പോൾ ഉറപ്പായി. എന്നാ പിന്നെ എന്നെ ഏട്ടാന്ന് വിളിക്കാതെ അഖിയെന്ന് വിളിച്ചൂടെ? ഒരു രസത്തിന്. പക്ഷേ എനിക്ക് സംഭവിച്ചത് എൻ്റെ നിവിക്ക് സംഭവിക്കരുത്. ആരുടെ ഭാഗത്തുനിന്നും എന്നെക്കുറിച്ച് അങ്ങനെ വിചാരിക്കരുത്. ഒട്ടും വിചാരിക്കാത്ത ആളിൽ നിന്നാണ് അഖി എനിക്ക്. നിവി വല്ലപ്പോഴും വിളിക്കുന്നല്ലാതെ മറ്റൊന്നില്ല. അപ്പോഴും നീതു ഉണ്ടാവും കൂടെ. അവൾ പഠിക്കട്ടെ. നീതുവിനറിയോ? അറിഞ്ഞിരിക്കണം. പക്ഷെ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല. ദേവനെ എല്ലാം അറിയാം. അവനാ പറഞ്ഞത് പഠിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനൊരു വിത്ത് പാകണ്ടേന്ന്. ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് പറയുമായിരുന്നു. അവൻ എന്നോടും. അഖി പ്ലീസ്. ഓക്കെ, നവിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പറയാം. ആസ് എ ഗുഡ് ഫ്രണ്ട് ആൻഡ് ബ്രദർ ഞാനുണ്ടാവും കൂടെ. നവി അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ചിരിച്ചാ പോരാ, കൂട്ടുക്കായി. അഖി അവൾക്ക് നേരെ തൻ്റെ വലത് കൈ നീട്ടി. ഒട്ടും സംശയിക്കാതെ നവി തിരിച്ചു അവളുടെ കൈകളും അവന് നേരെ നീട്ടി. ഓർഡർ കൊടുത്ത ഫുഡുമായി നീതു വരുന്നത് വരെ അവർ ഒത്തിരി സംസാരിച്ചു. അതിനിടയിൽ ദേവൻ എന്ന പേര് വരുമ്പോഴെല്ലാം ചില സമയങ്ങൾ അവൾ അസ്വസ്ഥതാവുന്നത് അഖി കണ്ടിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് അവർ ബീച്ചിൽ കൂടി പോയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. ഏറെ നാളുകൾക്ക് ശേഷം നവി അന്ന് അല്പം സന്തോഷിച്ചു. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അഖി സമയം കിട്ടുമ്പോഴെല്ലാം അവർ രണ്ടുപേരെയും കൊണ്ട് പല സ്ഥലങ്ങളിലും പോയി. ആ ദിവസങ്ങളെല്ലാം അഖിയുടെ നിർദ്ദേശപ്രകാരം ദേവ മനഃപൂർവ്വം ജോലി തിരക്കിലേക്ക് പോയി. നവി അവൻ കാണാനുള്ള സാഹചര്യമെല്ലാം മനഃപൂർവ്വം ഒഴിവാക്കി. ദേവിന്റെ അബ്സെൻസ് പതിയെ പതിയെ നവി തിരിച്ചറിഞ്ഞു തുടങ്ങി. നിവിക്കൂടി ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ നീതു തിരിച്ചുപോയി. അവളെ കൊണ്ട് വിടാനും അഖിയും നവിയുമാണ് പോയത്. ദിവസങ്ങൾക്ക് ശേഷം നവിയെ കണ്ടതും നിവി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി സുഖായിരിക്കുന്ന ചേച്ചി? നീയോ? ഞാനും.
ഞാൻ ചിറ്റയുടെ വീട്ടിലായിരുന്നു ചേച്ചി. ചിറ്റയ്ക്ക് വയ്യായിരുന്നു, ഇപ്പം മാറി. പഠിക്കുന്നില്ല നീ? ഇപ്പം തന്നെ ക്ലാസ് ഒരുപാട് പോയി. ഇല്ല ചേച്ചി, സെം ബ്രേക്ക് ആയിരുന്നു ചേച്ചി. എന്താ വീട്ടിലേക്ക് വരാഞ്ഞത്? അച്ഛനും അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായി. അത് ദേവേട്ടന് ഒഴിവില്ലാത്തത് കൊണ്ടാ. ഏട്ടനെന്താ എന്തും വരാഞ്ഞത്? തിരക്കാവും. നവി എങ്ങോട്ടും നോക്കി പറഞ്ഞു. പോവാ നമുക്ക്. നിവിയോടും നവിയോടും യാത്ര പറഞ്ഞ് അവർ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിയിലെല്ലാം നവി നിശബ്ദമായിരുന്നു. നവി എന്തു പറ്റി? എല്ലാവരും എല്ലാം മറന്നല്ലോ ആക്കി, ഞാൻ മാത്രമാണ്. അങ്ങനെയല്ല നവി, നിനക്ക് പഴയ പോലാകാൻ സമയമെടുക്കും. നീ തന്നെ ആലോചിച്ച് നോക്കും. മാറ്റങ്ങൾ നിനക്കും തോന്നുന്നില്ലേ? ദേവിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ലായിരുന്ന ആളിപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ പറഞ്ഞില്ലേ? അത് ഞാൻ അപ്പം വേറൊന്നും പറയാൻ കിട്ടാത്തത് കൊണ്ട്, എന്ത് കാരണം കൊണ്ടായാലും നാവിൽ വന്ന പേര് ദേവനെന്നല്ല, ദേവേട്ടനെന്നല്ലേ? അതൊക്കെ വലിയ മാറ്റം തന്നെയാണ് നവി. മാറ്റം വന്ന് തുടങ്ങിയെന്ന് സ്വയം അംഗീകരിക്കാൻ ശ്രമിക്കാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച സത്യസന്ധമായ ഉത്തരം പറയാമോ? ശ്രമിക്കാം. ദേവനെ എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നതായി തോന്നിയോ ഈ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും? ഇല്ല. എന്തിന്? നോക്ക് നവി, ഞാൻ ഡോക്ടർ കൂടിയാണ്. കള്ളം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. അത് പിന്നെ പല ദിവസങ്ങളിലും കാണാറ് കൂടിയില്ല. അല്ലെങ്കിൽ എപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാ. ഇപ്പം അവനൊരു ഇഷ്ടമുണ്ടോ? ആ പഴയ ഇഷ്ടം ഇല്ലാകി. ഇനി എനിക്കതിന് കഴിയില്ല. വീട്ടിലെന്താ പോകാഞ്ഞത്? അതിനുള്ള ധൈര്യം എനിക്കില്ല. മനഃപൂർവ്വം ഇനി ആ ദിവസം ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല. അമിലിനെ കുറിച്ച് എന്താ അഭിപ്രായം? എൻ്റെ സ്വന്തം ഏട്ടനെന്നാ ഞാൻ കണ്ടിരുന്നുള്ളൂ. അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ഫ്ലിട്ടല്ല അമലേട്ടൻ. അതിലാണ് അവർ ട്വിൻസാണ്. കാണാൻ ഒരുപോലെ ആണെങ്കിലും സ്വഭാവം രണ്ട് ദിശയിലേക്കാണ്. പക്ഷെ പണ്ടത്തെ പോലെ എനിക്ക് അമലേട്ടനെയും കാണാൻ കഴിയുന്നില്ല, ആരെയും കഴിയില്ല. ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ ഒരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ആരോടെങ്കിലും തുറന്ന് സംസാരിക്കടോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിന് ഏറ്റവും യോഗ്യൻ ദേവൻ തന്നെയാണ്. എന്താണ് നിങ്ങൾക്കില്ലേ ഉണ്ടായതെന്നും എനിക്കറിയില്ല. പക്ഷേ താൻ അവൻ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എനിക്ക് സംസാരിക്കേണ്ടാക്കി, എനിക്കൊന്നും അറിയാനില്ല. അകി കാർ ഒരു സൈഡിൽ പാർക്ക് ചെയ്തപ്പോഴാണ് നവി ആ സ്ഥലം ശ്രദ്ധിക്കുന്നത്. ഒരു ചെറിയ സ്കൂളാണ്. 2 നില കെട്ടിടം. ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാലും സ്ലൈഡുമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനപ്പുറം ചെറിയൊരു പൂന്തോട്ടം കൂടിയുണ്ട്. വാ ഇറങ്ങ്, കാര്യമുണ്ട്. ആകെ അവളെയും കൊണ്ട് ചെന്നത് നേരെ HMന്റെ റൂമിലേക്കാണ്. ഗുഡ് മോർണിംഗ് മേരി ടീച്ചറെ. ആ ഭാഗ്യലേ, വാ വാ ഇരിക്ക്. ടീച്ചർ അവർക്ക് നേരെയുള്ള കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ച് അവരോട് പറഞ്ഞു. ഇതാണല്ലേ ദേവന്റെ ഭാര്യ, പേര് മറന്നു, നവത്രിക. ആ ദേവൻ കൂടെ വരുന്നു ഞാൻ വിചാരിച്ച്. തിരക്കാവല്ലേ? അതെ, അവനെല്ലാം പറഞ്ഞിരുന്നില്ലല്ലേ? എല്ലാം പറഞ്ഞു. നവത്രികയ്ക്ക് നാളെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാം. നവി കാര്യം മനസ്സിലാവാതെ അഗിയെ നോക്കി. അഗി ഒന്ന് കൺചമ്പി കാണിച്ചുകൊണ്ട് ടീച്ചർക്ക് നേരെ തിരിഞ്ഞു. നാളെ തന്നെ ചെയ്യാം ടീച്ചർ. എന്നാൽ നിങ്ങൾ ഇരിക്കുക, ഞാൻ ബാക്കിയുള്ളവരെ വിളിക്കാം. ഏയ് വേണ്ട ടീച്ചറെ, എനിക്കിപ്പോൾ തന്നെ വൈകി. ഇവളെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും. അതുകൊണ്ട് നിൽക്കുന്നില്ല, ഇനി ഒരു ദിവസം വരാം. ടീച്ചറോട് യാത്ര പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇവിടെ ഞാൻ അടുത്ത നെറ്റ് എക്സാം ആവുന്നവരെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട. ഇവിടെ 1ാം ക്ലാസ്സിൽ ടീച്ചർ വേക്കൻസി ഉണ്ട്, അവിടേക്ക് പോസ്റ്റ്. താൽക്കാലികമാണ്, പക്ഷേ നല്ല അന്തരീക്ഷമാണ്. ഒരു ചേഞ്ച് ആവും നവിക്ക്. എന്നാലും വേണോ? ടെൻഷൻ വേണ്ട, നമ്മുടെ ഫ്രണ്ടാണ് മേരി ടീച്ചർ. പിന്നെ ഞാനും ദേവനും നേതുമൊക്കെ ഇവിടെയാണ് 4 വരെ പഠിച്ചത്. ഇടയ്ക്കിടെ ഇവിടെ വരുന്നത് കൊണ്ട് നല്ല പരിചയമാണ് ഇവിടെ എപ്പോഴും. എന്നുണ്ടെങ്കിലും മേരി ടീച്ചറോട് പറയാം. നവി മനസ്സോടെയാണ് അതിന് സമ്മതിച്ചത്. വീട്ടിലെത്തി എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും അവരും നവിയോട് പോവാൻ തന്നെയാണ് പറഞ്ഞത്. പിറ്റേ രാവിലെ നവി നേരത്തെ എണീറ്റ് റെഡിയായി. തൻ്റെ ജീവിതത്തിലൊരു പുതിയ അധ്യായമായിരിക്കും ഇവിടെ തുടങ്ങുന്നതെന്ന് അവളുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. അഗിയാണ് രാവിലെ അവളെ ഡ്രോപ്പ് ചെയ്തത്. മേരി ടീച്ചർ അഗിയോടും ദേവനോടുള്ള സ്നേഹം നവിയോടും കാണിച്ചു. മറ്റു ടീച്ചറിനെ പരിചയപ്പെടുത്തിയതെല്ലാം മേരി ടീച്ചർ തന്നെയാണ്. 10 മണിയായപ്പോൾ ക്ലാസ് തുടങ്ങുന്നത്. ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു അവൾ ഐശ്വര്യമായി ക്ലാസ്സിലേക്ക് കയറി. നമസ്തേ ടീച്ചർ. എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്നും അച്ചടക്കത്തോടെ കൈകൾ കൂപ്പി ഒരുമിച്ച് പറഞ്ഞു. നവി തെല്ലൊരു അത്ഭുതത്തോടു കൂടെ വന്ന മേരി ടീച്ചറെ നോക്കി. കുഞ്ഞു മനസ്സാ, ബാലപാഠങ്ങളെല്ലാം മാതൃഭാഷയിൽ തന്നെ സ്വായത്തമാക്കട്ടെ. മക്കളെ, ഇതാ നമ്മുടെ ക്ലാസ്സിലെ പുതിയ ടീച്ചർ. ഇനി മുതൽ ടീച്ചറാണ് നിങ്ങൾക്ക് പാട്ടും കഥയും എല്ലാം പഠിപ്പിക്കുന്നത്. എല്ലാവരും നല്ല മക്കളായിരിക്കട്ടോ. വാത്സല്യത്തോടെ കുഞ്ഞുങ്ങളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവരെ നവിയെ ഏൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. നവി കൗതുകത്തോടെ ക്ലാസ് മുഴുവൻ നോക്കി. ചുമരിലെല്ലാം കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രങ്ങളാണ് വരച്ചിരിക്കുന്നത്. കൂടെ കുട്ടികൾ തന്നെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളും ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. വിശാലമായ ക്ലാസ് മുറിയിൽ ബെഞ്ചും ഡെസ്കും ഇട്ട് ആൺപെൺ വ്യത്യാസമില്ലാതെ ഇടകലർത്തി ഇരുത്തിയിരിക്കുന്നത്. ആ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ടായിരുന്നു.
നവി ഓരോരുത്തരെയായി വിളിച്ച് പേര് ചോദിക്കാനും ഒപ്പം അവർക്കറിയാവുന്ന പാട്ടോ കഥകളോ പറയിക്കാനും തുടങ്ങി. ടീച്ചറുടെ പേരെന്താ? കൂട്ടത്തിലൊരു പിഞ്ചോമനെ എഴുന്നേറ്റെന്ന് ചോദിച്ചതും നവി ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു, നവത്രിക. കുട്ടികൾ പലരും പേര് പറയാൻ കഷ്ടപ്പെടുന്ന കണ്ട് അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു. കുട്ടികളോടൊപ്പം സമയം ചിലവഴിക്കുമ്പോൾ അവൾ മറ്റൊന്നും ആലോചിച്ചിരുന്നില്ല. അവിടെ അവരുടെ ലോകത്ത് അവരിൽ ഒരാളായി അവളും മാറിയിരിക്കുന്നു. സ്കൂളിൽ പോയി തുടങ്ങിയതിനു ശേഷം നവിക്ക് പുതിയൊരു ഉണർവ് കിട്ടിയതുപോലെ ആയിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അവളിൽ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയിരുന്നു. യമുനോടും വസന്തിയോടും അവൾ കൂടുതൽ അടുത്തു. അവർക്കൊപ്പം അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിലെല്ലാം അവൾ മുൻകൈ എടുത്തു പോയി തുടങ്ങി. അയൽക്കാരുമായ സൗഹൃദത്തിലായി. കേവലം ഒരാഴ്ച കൊണ്ട് അവളിലുണ്ടായ മാറ്റത്തിൽ അകി ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ അവൾ അറിയാതെ അവൾക്കൊപ്പം എല്ലായിടത്തും ദേവനുണ്ടായിരുന്നു. അതുമാത്രം നവി തിരിച്ചറിഞ്ഞില്ല. ഒരു വെള്ളിയാഴ്ച ദിവസം നവി കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് തല ചുറ്റുന്നതായി തോന്നി. അല്പസമയം ഇരുന്നാൽ മാറുമെന്ന് വിചാരിച്ചെങ്കിലും മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് ചുമലിൽ പിടിച്ചുകൊണ്ട് അവൾ ഓഫീസ് റൂമിലേക്ക് നടന്നു. എന്നാൽ അവിടെ വരെ എത്താനുള്ള ത്രേണി അവൾക്കില്ലാതിരുന്നാൽ അവൾ വരാന്തയിൽ വീഴാനാഞ്ഞു. നവിക്ക് നീലായി എപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ദേവൻ അവളെ വീഴാൻ അനുവദിക്കാതെ താങ്ങി പിടിച്ച് നെഞ്ചോട് ചേർത്തു. നവിമോളെ കണ്ണു തുറക്ക്. ദേവൻ അവളെ കവിളിൽ തട്ടി വിളിച്ചു. എങ്കിലും അവൾ അത് കേട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നിന്ന് ടീച്ചർ വന്നു. അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു നോക്കി. എങ്കിലും ഫലമൊന്നും കാണാത്ത കൊണ്ട് ദേവൻ അവളെയും എടുത്തു. കാറിലേക്ക് കയറ്റി ടീച്ചറോട് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. സിറ്റി ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിക്ക് മുമ്പിൽ അകി അവർക്കായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നവിയെ സ്ട്രെച്ചറിലേക്ക് കിടത്തി അകി പരിശോധിച്ചുകൊണ്ടിരുന്നു. എന്താണ് അകി? കുഴപ്പമൊന്നുമില്ല, ക്ഷീണം കാരനാണ്. കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാം. റിസൾട്ട് വന്നിട്ട് ബാക്കി പറയാം. എന്തിനാ ടെസ്റ്റൊക്കെ? പറയാടാ. നീ എൻ്റെ റൂമിൽ പോയിരിക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു റൂം എടുക്കാം. ഇവിടെ ഉണരും. റിസൾട്ട് കിട്ടുന്നവരെ അവിടെ റെസ്റ്റ് എടുക്കട്ടെ. അകിയുടെ നിർദ്ദേശപ്രകാരം നവി ഒരു റൂമിലേക്ക് മാറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിളെല്ലാം കളക്ട് ചെയ്തു. അവൾ ഉണരുന്നത് കാത്ത് ദേവൻ അവൾക്കടുത്ത് കൂട്ടിയിരുന്നു. നവി ഉണരുമ്പോൾ ദേവൻ കട്ടിലിൽ തല ചായ്ച്ചു മയങ്ങുകയായിരുന്നു. ദേവൻ അവിടെ കണ്ടു ഒന്നും ഞെട്ടിയെങ്കിലും അതൊരു ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായപ്പോഴാണ് അവൾ തളർന്നു വീണത് ഓർമ്മ വന്നത്. ദേവനെ അടുത്തുനിന്ന് ദൂരേക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നിയെങ്കിലും ക്ഷീണം കാരണം അവൾ അവിടെ നിന്ന് അനങ്ങിയില്ല. ഡോർ തുറന്ന് അകിയും ഒരു ലേഡി ഡോക്ടറും കടന്നു വന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ദേവൻ എഴുന്നേറ്റത്. നവി കണ്ണുകൾ തുറന്നു കിടക്കുന്നത് കണ്ടാണ് അവനും സമാധാനമായത്. ഒരു നേഴ്സ് കൂടെ വന്ന് ടെസ്റ്റ് റിസൾട്ട് ലേഡി ഡോക്ടർക്ക് കൈമാറി. റിസൾട്ട് നോക്കിക്കൊണ്ട് ഒരു പുഞ്ചിരിയോട് അവർ ദേവനും നവിക്ക് നേരെ തിരിഞ്ഞു. മിസ്റ്റർ ആൻഡ് മിസ്സസ് ദേവൻ, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഗോയിങ് ടു ബി പാരന്റ്. വാട്ട്? തൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആണോ? ദേവൻ എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അകി അവൻ്റെ തോളിൽ കൈവച്ചു. എന്നാൽ നവിയുടെ അവസ്ഥ ആകെ മോശമായിരുന്നു. ക്ഷീണം പോലും വകവയ്ക്കാതെ അവൾ ബെഡിൽ നിന്ന് എണീറ്റ് നിന്ന് ഡോക്ടർക്ക് നേരെ നടന്നു. ഡോക്ടർ, പ്ലീസ്, എനിക്ക് കുഞ്ഞിനെ വേണ്ട. ഒട്ടും ആലോചിക്കാനുള്ള നവിയുടെ പ്രതികരണം കേട്ട് ഡോക്ടർ അടക്കം 3 പേരും ഞെട്ടി. നവി, എന്താ നീ പറയുന്നേ? എൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത്. ഒരു നിമിഷം പോലും ഞാൻ ഈ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ട ഡോക്ടർ, പ്ലീസ്. നവി, എന്നോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് കാണിക്കരുത്. ദേഷ്യവും യാചനയും ഒരുപോലെ കലർന്നിരുന്ന അവൻ്റെ വാക്കുകളിൽ എൻ്റെ തീരുമാനം മാത്രമേ ഈ കാര്യത്തിൽ നടക്കൂ. അല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നത് എൻ്റെ ജീവനായിരിക്കും.